ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് ആയിരങ്ങൾ മടങ്ങുകയാണ്. പൊങ്കാല നിവേദ്യം ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാര അടുപ്പിൽ തെളിയിച്ചതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ആറ്റുകാൽ പൊങ്കാല സമർപ്പണത്തിലേക്ക് കടക്കുന്നത്. ഇത്തരത്തിൽ എല്ലാവരുടെയും പൊങ്കാലയിൽ ഇത്തരത്തിൽ നിവേദ്യ സമർപ്പണമൊക്കെ തന്നെ നടക്കുകയുണ്ടായി. അത്തരത്തിൽ തന്റെ ആഗ്രഹ സാഫല്യങ്ങളൊക്കെ തന്നെ നിറവേറ്റിക്കൊണ്ടാണ് ഓരോ ഭക്തരും ഈ തലസ്ഥാന നഗരിയിൽ നിന്ന് മടങ്ങുന്നത് എന്നുള്ളതാണ്. വിജിൻ വായന്തോടുകൂടി ചേരുകയാണ്. വിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയ്ക്ക് സമർപ്പിച്ചതിനു ശേഷം ഭക്തർ മടങ്ങുകയാണ്. വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് അവരുടെ മടക്കയാത്രയ്ക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത്. വിജിൻ, ആതിര, എന്തായാലും അല്പസമയം മുമ്പാണ് ഈ പൊങ്കാല നിവേദ്യത്തിൽ തെളിച്ച ജലത്തോടെ പൊങ്കാലയ്ക്ക് സമാപനമായത്. ഈ വർഷത്തെ പൊങ്കാല എന്തായാലും അവസാനിച്ചു. പൊങ്കാല മഹോത്സവം നാളെ അവസാനിക്കും. ഇപ്പോൾ ആളുകളൊക്കെ തിരിച്ചുപോയി തുടങ്ങി. ഇനിയുള്ളത് ഈ KSRTC ബസ്സുകളും ഒപ്പം തന്നെ മറ്റു വാഹനങ്ങളിലും ഒക്കെയായാണ് ആളുകൾ തിരിച്ചിറങ്ങുന്നത്. റോഡിലെ ബ്ലോക്കൊക്കെ ഒരു വക പെട്ടെന്ന് തന്നെ കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും 700ഓളം വരുന്ന KSRTC ബസ്സുകൾ ഈ തിരിച്ച് സിറ്റിയിലേക്ക് എത്തിക്കുവാനും ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്കും KSRTC ബസ് സ്റ്റാൻഡിലേക്കുമൊക്കെയായി ക്രമീകരിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള ശുചീകരണമാണ്. അത് ആറ്റുകാലിൽ നിന്ന് നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. മണിക്കൂറുകൾ കൊണ്ടാണ്, സാധാരണ ഈ 2 മണിക്കൂറുകൾ കൊണ്ട് ഒക്കെ പൂർണ്ണമായും നഗരം ശുചീകരിക്കാനാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെ പൂർണ്ണമായും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് നിലവിൽ ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷന്റെയും അതുപോലെ തന്നെ സർക്കാരിന്റെയും ഒക്കെ സംവിധാനങ്ങൾ അതിനെ പൂർണ്ണമായും നേരത്തെ തന്നെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അടുപ്പ് കൂട്ടിയതിന്റെ അവശിഷ്ടങ്ങളും ഒപ്പം തന്നെ മറ്റ് കൊണ്ടുവന്ന സാമഗ്രികളുടെ വേസ്റ്റും ഒക്കെ ഇങ്ങനെ റോഡിന്റെ സൈഡുകളൊക്കെ കൂമ്പാരം കൂടി കിടക്കുകയാണ്. അത് പൂർണ്ണമായും നീക്കം ചെയ്യുകയും ഒപ്പം തന്നെ കൃത്രിമ മഴ പെയ്യിക്കുകയും ചെയ്യും. ഇഷ്ടികകൾ ശേഖരിച്ച് കോർപ്പറേഷൻ ലൈഫ് മിഷനിൽ വീട് നിർമ്മിച്ചു നൽകുകയാണ് പതിവ്. അത്തരത്തിൽ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ഒക്കെ അങ്ങനെയുള്ള തീരുമാനം കൈക്കൊള്ളുകയും അങ്ങനെ വീട് നിർമ്മിച്ചു നൽകുകയും ചെയ്തിരുന്നു. അതിനുള്ള ഇടപെടലും കോർപ്പറേഷന്റെ ഭാഗത്ത് നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അല്പസമയത്തിനകം കോർപ്പറേഷന്റെ വാഹനങ്ങൾ എത്തി ഈ ഇഷ്ടികകൾ ഒക്കെ ശേഖരിച്ചു തുടങ്ങും. അതിനു മുമ്പ് തന്നെ റോഡിലൊക്കെ ഇരിക്കുന്ന ഇഷ്ടികകൾ അത് തിരിച്ച് ഫുട്പാത്തുകളിലേക്ക് അടുക്കി വെക്കുന്ന നടപടികൾ ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒക്കെയാണ് നിലവിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർത്ഥാടകർ ഇപ്പോൾ ഓരോ ആളുകളായും ഒപ്പം തന്നെ കൂട്ടമായും ഒക്കെ മടങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. എന്തായാലും ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സമാപനമായിരിക്കുന്നു. പൊങ്കാല മഹോത്സവം നാളെയാണ് സമാപിക്കുക. ആതിര.